മുക്കാലായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ വെച്ച് പിടിക്കുന്നത് വയനാട്ടിലേക്കാണ്. അപ്പം വിചാരിക്കും എന്തിനാ ഇത്രയും നേരത്തെ വയനാട്ടിൽ പോകുന്നത് എന്നുള്ളത്. തമ്മനയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഏകദേശം ഊഹിച്ചെടുത്തോളൂ. നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല വയനാട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഒന്ന് കറങ്ങി തിരിച്ച് വരാമെന്നുള്ള പ്ലാനിലാണ്. പിന്നെ ഞങ്ങൾ റിസോർട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു 3 മണിയൊക്കെ ആയപ്പം ചെക്ക് ഇൻ ചെയ്താൽ മതി. അതിനെക്കൊണ്ട് പിന്നെ അത്രയും ടൈം ഏതായാലും ഇറങ്ങല്ലേ, അപ്പോൾ പിന്നെ അത്രയും ടൈം ഇങ്ങനെ വെറുതെ അങ്ങനെ ഇങ്ങനെ ഇതാക്കണ്ടല്ലോ എന്നുള്ള പ്ലാനിൽ ഒന്ന് മസനഗുഡി വഴിയൊക്കെ ഒന്ന് പോയി അങ്ങനെ കറങ്ങി തിരിച്ച് റിസോർട്ടിൽ കയറാമെന്നുള്ള പ്ലാനിൽ ഞങ്ങളൊരു 3:45 ആയപ്പം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു കപ്പിൾ ട്രിപ്പും കൂടിയാണ്. ഷാൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ട്. അപ്പം ഞങ്ങളിതാ വയനാട് ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് വയനാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ടൈം ആകുമ്പോഴത്തേന് നമുക്ക് അവിടെ മതി. അല്ലാണ്ട് വെറുതെ അവിടെ പോയി നേരത്തെ കാലത്ത് അവിടെ പോയി നിൽക്കൊന്നും വേണ്ട. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മുന്നേ പോയതാണ്, നോമ്പിൻ്റെ കുറച്ച് മുന്നേ പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രാവിലെ കുഴപ്പമില്ലാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു പോകാൻ. ഇവിടുത്തെ നാട്ടിലത്തെ ചൂട് വെച്ച് നോക്കുമ്പം അവിടെയൊക്കെ എത്രയോ ബെറ്ററാണ്. അപ്പോൾ രാവിലത്തെ തണുപ്പ് കണ്ടപ്പോൾ വിചാരിച്ച അല്ലോ കുടുങ്ങിപ്പോയല്ലോ എന്ന്. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് അതിനുള്ള പ്രിക്യൂഷൻസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത്രയും തണുപ്പൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട് നമുക്ക്, എന്നാലും കുഴപ്പമില്ലാതെ പിടിച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷേ എന്നാലും നമുക്കൊരു ഭയം ഉണ്ടാവില്ലേ, വയനാട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ ചെറിയൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പോയത്, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. അപ്പം വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ്. ചുരം കയറി അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ നല്ല കോടമഞ്ഞും ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി നല്ല തണുപ്പായിരിക്കും എന്നുള്ളത്. അതിനെക്കൊണ്ട് തന്നെയാണ് ഈ ഉദ്ദേശം, ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തണുപ്പ് ക്ലൈമറ്റ് കിട്ടണം എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ നിർത്തി ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ കയറി. പിന്നെ നമ്മൾ കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പല ആനിമൽസിനും രാവിലെയൊക്കെ ആയതുകൊണ്ട് നല്ല ആനിമൽസിനും കാണാൻ പറ്റിയിട്ടുണ്ട്. ആനിമൽസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന മാന്, കുരങ്ങൻ, അതൊക്കെ തന്നെ ഉള്ളിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ആനനെ കാണണം എന്നുള്ളത്. ഭയങ്കര പുതിയാണ് അത്. ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ ഞാൻ എത്ര ആനഭ്രാന്തിയാണ് എന്നുള്ളത്. കാരണം എനിക്ക് കാട്ടിൽ അവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഗുണ്ടൽപേട്ട ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണണം. ബന്ദിപ്പൂർ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ആനനെ കാണണം എന്നുള്ളൊരു കൊതിയാണ്. ആ ആന സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ചെറിയ പോർഷനിലൊന്ന് കണ്ടു കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കും. അത് പിന്നെ അങ്ങനെയാണ്. പിന്നെ ഈ പോകുന്നതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഗുണ്ടൽപേട്ട ആ ഭാഗത്തേക്ക് എനിക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും പറയാനറിയില്ല. അങ്ങനെ ആ പോകുമ്പം മസനഗുഡി ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പം നല്ല മയിലും കാര്യങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ. പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ റൂട്ട് ഒന്ന് പോയി നോക്കണം. ഊട്ടിയിലേക്ക് ഒന്നും പോകും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കറങ്ങി പിടിച്ച് ഇങ്ങോട്ട് തിരിച്ച് തന്നെ വന്നാൽ മതി. നല്ല അടിപൊളി ക്ലൈമറ്റുമാണ്, നല്ല ആനിമൽസിനെ കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ആന കൂട്ടമൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ബന്ദിപ്പൂർ ആ ഭാഗത്തു നിന്നൊക്കെ വിചാരിച്ചു അല്ലോ ഈ ആനനൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സഫാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ആനിമൽസിനും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കാണാൻ ചാൻസ് കിട്ടിയാൽ കാണാം. പുലിനൊക്കെ കാണൽ ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേമാതിരി ചാൻസ് ഒക്കെ കിട്ടിയാൽ കാണാം. അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഇത്രയും ആനിമൽസിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ ബന്നാർഘട്ട ഇതിൽ ടൈഗർ റിസർവിൽ പോയാൽ മതി. അവിടെ പിന്നെ എല്ലാത്തിനും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളി ഇതിൻ്റെ ഉള്ളിലേക്ക് സഫാരിക്ക്. പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ് സഫാരി കാര്യങ്ങളൊക്കെ എടുത്ത് പോകുമ്പോൾ, കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. അപ്പം അത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവാൻ നമുക്ക് താല്പര്യം, ഇങ്ങനെ ആനിമൽസിനെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോവാം. അപ്പം പിന്നെ നമ്മൾ ആസ് നോർമൽ നമ്മളെ മാനൊക്കെ കണ്ട് കുരങ്ങന്മാരൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഫുള്ള് മയിൽ റോട്ടുമ്പോൾ നമ്മളെ വണ്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. നമ്മൾ ഗ്ലാസ്സൊക്കെ പൊന്തിച്ചെടുക്കണതാണ് സേഫ്റ്റി. എന്തെങ്കിലും ഫുഡ് കിട്ടുമോ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. കാരണം ഇങ്ങനെ ആൾക്കാർ ഓരോ ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ റോട്ടിന് നമ്മളടുത്തേക്ക് വരുന്നത്. പിന്നെ പറയാനുള്ളത് ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. അതേമാതിരി ആനിമൽസ് പെട്ടെന്ന് റോട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് ആ റൂട്ടിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി നല്ല ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ 2-3
സ്പോട്ടിൽ നിന്ന് ഇതേമാതിരി നമ്മളടുത്തേക്ക് കാറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇങ്ങനെ കുലുങ്ങി വരുന്ന ആ ഒരു നടത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളി തന്നെയാണ്. ഇങ്ങനത്തെ നമ്മൾ സൂല് പോയിട്ട് ആ കൂട്ടിൻ്റെ ഉള്ളിൽ കാണുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തുനിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള കാണുമ്പോൾ അത് വേറെ തന്നെയല്ലേ. അങ്ങനെ 2-3 സൈറ്റിങ് കിട്ടിയിരുന്നു നമുക്ക് മയിലിൻ്റെത്. പിന്നെ ആനൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ക്രേസ്. എനിക്ക് അവിടെ നിർത്താനുള്ള ടെൻഡൻസിയൊക്കെ വരും, പക്ഷെ നിർത്തൂല. കാരണം ആനൻ്റെ സ്വഭാവമല്ലേ. എൻ്റെ സ്വഭാവം നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആനൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാറ് എടുത്ത് അങ്ങോട്ട് മറിച്ചിടും. അത് പിന്നെ അങ്ങനെ നിർത്തലില്ല, അങ്ങനെ സ്ലോ ആക്കി പോവും. പിന്നെ ഇതേമാതിരി ഓരോ വണ്ടിക്കാർ വെറുപ്പിച്ച് കഴിഞ്ഞാലാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ വല്ല സ്ലോ ആക്കി എനിക്കൊരു വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ പോയത് മുതുമല എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ്. അത് ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല, പോണ റൂട്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ നിർത്തിയതാണ്. പക്ഷേ അവിടെ ടൈമിങ് കാര്യങ്ങളുണ്ട്. എലിഫൻറ്റ് ക്യാമ്പാണ്, അപ്പോൾ രാവിലെ കുറച്ച് ടൈമിങ് ഉണ്ടാവും. പിന്നെ എലിഫൻറ്റിന് ബാത്തിങ്ങും ഓരോ ഫീഡിങ് ടൈമും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒരു 9:30 വരെ അങ്ങനെ എന്തോ ഉള്ളൂ. 6:30 അങ്ങനെ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ട് 9:30 വരെ ആ ഒരു ടൈമിങ്ങിനേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോയാൽ മതി. എലിഫൻറ്റ് ക്യാമ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് അത്രയും ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ റോഡിന് നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആനിമൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക. പിന്നെ നെക്സ്റ്റ് എടുത്തത് ജീപ്പ് സഫാരിയാണ്. മസനഗുഡിയിലെത്തിയിട്ട് ജീപ്പ് സഫാരി എടുത്തു. അതിൽ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കാറിലും കൂടി കുറച്ച് ഏരിയയിലേക്ക് കാര്യങ്ങളിലൊക്കെ പോകാൻ പറ്റുള്ളൂ. കുറേ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അതിന് കുറച്ച് ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ കാർ എടുത്തിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ബോർഡറിലൊക്കെ എത്താൻ പറ്റും. പിന്നെ കുറേ ഉള്ളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ജീപ്പ് സഫാരി വേണം. ജീപ്പ് സഫാരി പല റേറ്റിൻ്റെ ഉണ്ട്. സീസൺ ടൈം ആകുമ്പോൾ പിന്നെ എന്തായാലും റേറ്റ് കൂടും. 5,000 6,000 ഒക്കെ വരും ഒരു ജീപ്പിൽ. മറ്റേത് ഒരു 3,000 നമുക്ക് ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും. 3,000 3,500. പിന്നെ ഓരോ ഇതിനനുസരിച്ച് 1,500 ഒക്കെ നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ ഫസ്റ്റ് കൊണ്ടുപോയത് വിഭൂതിമല, മസനഗുഡിയിലുള്ള വിഭൂതിമല എന്ന് പറയും. അതും ഇതേമാതിരി കുറച്ച് ട്രൈബിൻ്റെ ഏരിയയും കൂടിയാണ്. പിന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് കുറച്ചൊരു ബോർഡറിലേക്കൊക്കെ നമുക്ക് നമ്മളെ കാറ് കൊണ്ടോ ബൈക്ക് കൊണ്ടോ ഒക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ മെയിനായിട്ട് ട്രക്കിംഗ് ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള വണ്ടി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പോവുള്ളൂ. മറ്റേ തീരെ കയറിപ്പോയില്ല. ഞങ്ങളെ തന്നെ ഊപ്പാട് ഇളകിയിട്ടുണ്ട് ജീപ്പിൽ തന്നെ കയറിയപ്പം. അത്രയ്ക്കും ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ്. ട്രക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ വഴിക്ക് പോയാൽ മതി. ഇങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതന്നെ കണ്ടാൽ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഞങ്ങൾ ഫുള്ള് ഷേക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് തലക്ക് എന്തോ മാതിരിയാവും. പിന്നെ തിരിച്ച് വരുമ്പോൾ നല്ല തലവേദന സീനും ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലതൊക്കെ നമ്മൾ വിചാരിച്ചു അല്ലോ ജീപ്പ് മറിഞ്ഞിട്ട് അവിടെ വീണെന്നുള്ളത്. അങ്ങനത്തെ കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സഫാരി തന്നെയായിരുന്നു ഇത് വിഭൂതിമല. സംഭവം അതിൻ്റെ മുകളിൽ കയറി അടിപൊളിയായിട്ടോ. രാവിലെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും. കാരണം ക്ലൈമറ്റ് കുറച്ച് ചൂടായി, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണല്ലോ. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ചൂടുണ്ട്. പക്ഷെ തണുപ്പുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇജാതി ഓഫ് റോഡ് ഞാൻ എന്തായാലും പോയിട്ടില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീപ്പ് സഫാരി എടുക്കുന്നതും ഇതേമാതിരി ഇങ്ങനെ ഓഫ് റോഡ് വഴി ജീപ്പിലൊക്കെ പോകുന്നതും. അതിനനുസരിച്ചുള്ളതുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ദഹിച്ചു പോവാം, അത്രയും ലെവലായിരുന്നു. പിന്നെ അങ്ങനത്തെ ഏരിയ അങ്ങനെയാണ്, ഫുൾ അങ്ങനെ ആയിട്ടുള്ളൊരു മലേൻ്റെ മേലേക്കാണ്. ഓരോ ആചാരങ്ങളും അവിടുത്തെ ഒരു ടെമ്പിളാണല്ലോ. അപ്പോൾ അതിൻ്റെ ആചാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ മേലേക്ക് കയറി പോകണം, നടന്ന് കയറുക, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പോൾ പിന്നെ റോഡ് എന്ന് പറഞ്ഞ സംഭവമൊന്നും അവിടെ എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ മേലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസനഗുഡി 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും.
പിന്നെ വൺ ടൈം എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. കാരണം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഞാൻ ഓൾറെഡി പോയതാണ്, ഇനി ഞാൻ അകത്തേക്കില്ല എന്നുള്ളതേ നെക്സ്റ്റ് ടൈം പറയുള്ളൂ. പിന്നെ രാവിലെ പോകാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകണമെന്നുണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടി നമ്മളെ ക്ലൈമറ്റും അതുപോലെ കാണാനും കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. നമ്മളെ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവുമായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഉച്ച നേരത്താണ് അവിടേക്ക് ഒരു 12 മണി ഒരു ടൈമിലാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ വെയിലും കാര്യങ്ങളും ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ ആ കയറി വന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് പിന്നെ പറയും വേണ്ടി അത്രയായിരുന്നു, അതായിരുന്നു കഥ. പിന്നെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ നടക്കാനുള്ള കുറച്ച് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നമ്മൾ വന്ന വഴിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതൊക്കെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നല്ല കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കാൻ പാടില്ല. കാരണം നമുക്ക് മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ എൻ്റെ മുഖത്ത് തുപ്പിയ കാര്യം ഞാൻ പറഞ്ഞങ്ങനെ നമ്മളിങ്ങനെ ചെറിയൊരു ഇതിൽ വന്നതാണ്. അപ്പം അവിടെ നിന്ന് അങ്ങനെ നല്ല ആസ്വദിച്ചു. അവിടെ നല്ല എല്ലായിടത്തും ചുറ്റിക്കറങ്ങലും ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ മേലേക്ക് അപ്പുറത്തേക്കൊക്കെ പോകാൻ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും, ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓക്കും എനിക്കും ഞങ്ങളില്ല, ഇനി ഞങ്ങൾക്കൊരു അടി നടക്കാൻ വയ്യാത്ത, നടക്കണതിന് പ്രശ്നമല്ല, പക്ഷെ ആ ഒരു കുലുക്കണ്ടല്ലോ, ആ ഒരു ഇത് അത് ഒന്നര കുലുക്കം തന്നെയാണ്. അതാണ് വിഭൂതി മലയുടെ ബാത്റൂം. ഗൈസ് ഞാൻ ടയർഡായിക്കണ്. സ്റ്റാൻഡിൽ അവിടെ എത്തിക്കണ്. കണ്ടില്ലേ ആ പയ്യൻ നിൽക്കണത്? അയ്യോ, ലിബർട്ടി ഓഫ് സ്റ്റാച്ചു പ്രതിമ വെക്കണായിരുന്നു നിൽക്കണത്. അയ്യോ, അയ്യോ കണ്ടില്ലേ നിൽക്കണത്? ഒരു വരുന്നില്ലല്ലോ. മസനഗുഡി 360 വ്യൂ. സുഹൃത്തുക്കളെ, നിങ്ങളത് കാണുന്നുണ്ടോ? എത്ര മനോഹരമായാണിത്! വിഭൂതിമല. നമ്മൾ വലിയൊരു കാട്ടിലൊക്കെ പെട്ടിരിക്കുകയാണ് ഗൈസ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് ഈ വഴി തന്നെ ഇറങ്ങി പോകണമല്ലോ എന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അതും ഒരു മൈൻഡിലേക്കാണ്. ഇത്രയും കയറിയ നമുക്കറിയാലോ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ ഷാ ഫസ്റ്റ് തന്നെ പറഞ്ഞ് ഞാൻ മുന്നേ പോയി അവിടെ എവിടെയും പോയി നിന്ന് വീഡിയോ എടുത്തരാന്നാണ്. എന്തിനാ ഈ ഇറങ്ങി പോയത്? എന്തിനാണ്? ഈ കുലുക്കം കിട്ടാതിരിക്കാൻ വേണ്ടി, അല്ലാതെ എന്നെ വീഡിയോ എടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല സംഭവം. ഈ കുലുക്കം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത് ഒന്നൊന്നര സ്പോട്ട് കാര്യങ്ങളാണ്. പിന്നെ ഇനി നെക്സ്റ്റ് പോകുന്നത് ഒരു ഡാം ഏരിയ ഉണ്ട്. പിന്നെ ഇതേമാതിരി കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരു 3-4 റൂട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ടൈഗറിനെ കാണുന്ന സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഓരോ ലെക്കാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. കുറേ മാന് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. മാനുണ്ടെങ്കിൽ അതിൻ്റെ അതിൽ തന്നെ മാനിന് തന്നെ ഉണ്ടല്ലോ കുറേ വെറൈറ്റി ഓഫ് മാനുകൾ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ 2-3 ഐറ്റംസിനൊക്കെ കാണാൻ പറ്റി. ടൈഗറിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ലെക്കിനനുസരിച്ചിരിക്കും. ഇപ്പം തന്നെ എൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു മതി, നമുക്ക് തിരിച്ചു പോവാം, പൈസ പോയാലും വേണ്ടിയില്ലാന്ന്. ഈ ഒരു സ്പോട്ട് തന്നെ ഇറങ്ങി കയറിയപ്പോൾ തന്നെ പിന്നെ നമ്മളെ കണ്ണിൽ നമ്മൾ നോക്കുന്നത് ഫുള്ളൊരു ആ ഒരു ക്ലൈമറ്റല്ല, ഒരു എന്താ പറയുക ഒരു ഉണങ്ങിയ ഒരു പ്രതലാണ്. നമ്മൾ പച്ചപ്പ് കാണുന്നില്ല. പച്ചപ്പ് ഇങ്ങനെ ഈ പോകുന്നതിൽ ചെറുതായിട്ട് അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളൂ. പിന്നെ കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള, നമ്മൾ ഉണ്ടെങ്കിലും ഇലകളൊക്കെ ആ ഒരു ടച്ചിലേക്കാണ്, ഒരു മണ്ണിൻ്റെ ആ കളറ്. നമുക്ക് അതിൻ്റെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു തലക്കൊക്കെ എന്തോ ഒരു ഈ ഒറ്റ കാഴ്ച സ്ട്രെച്ചിലിങ്ങനെ ആ കാഴ്ചകൾ മാത്രം. എവിടെയെങ്കിലും ഒരു പുലി ഉണ്ടോ നോക്കി ഇങ്ങനെ ഡ്രൈവർ നിർത്തും, അവിടെ ഞങ്ങളും തപ്പും. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, നിർത്തി പോവാന്ന്. പിന്നെ ഏതായാലും പൈസ കൊടുത്തതല്ലേ, എല്ലാ ഭാഗങ്ങളും കായവാറ്റ കണ്ടാലോ എന്നുള്ള പ്ലാനിൽ അങ്ങനെ പോയി.
പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു എനിക്ക് എന്തായാലും ഒരു മരുന്ന് വേണം, തലവേദന അങ്ങനെ തല പൊട്ടിത്തെറിക്കുന്ന വേദനയുള്ള അവസ്ഥ ആയിപ്പോയി. പിന്നെ മരുന്നും കുടിച്ച് ഒരു ഇളനീർ വെള്ളമൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് ഒന്ന് സമാധാനമായത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആനസാറിനെ കണ്ടു, ആനസാറിനെ ഫാമിലിയെ കണ്ടു. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം എനിക്കിത് ഇങ്ങനെ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പ്രശ്നമാണ്. ഞങ്ങൾ ഇതേമാതിരി ബാംഗ്ലൂരിൻ്റെ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതെന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ വെക്കേഷന് കാര്യങ്ങളൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തായാലും വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും അപ്ലോഡ് ചെയ്യാം. അത് കുറച്ച് മുന്നേ, അതിനെക്കാട്ടി മുന്നേ പോയതാണ്, ജാനുവരി ടൈമിൽ പോയതാണ്. അങ്ങനെ തിരിച്ച് വരുമ്പം അന്ന് ഇതേമാതിരി ഒരു 4-5 ആനനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ സ്ഥലത്തേക്കുന്നു, നൈറ്റിലാണ്, ഒറ്റക്കാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ടെൻഷനും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പം ഒരു കാട്ടുന്ന ഒരു ആനനെ കാണുമ്പോൾ വല്ലാത്തൊരു കുളിർമയാണ്. അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഇനി വരുന്ന വഴിക്ക് പിന്നെ ഫുഡ് കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ. അത് ഇവിടുന്നൊക്കെ ഇരുന്നങ്ങാണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ കൽപ്പറ്റ വന്നു, നെസ്റ്റോ കയറി. നമുക്ക് ഇന്ന് നൈറ്റ് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനും സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താണ് ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. 3 o'clock ചെക്കിൻ ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ 4 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. നെസ്റ്റോ കയറി നമുക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചു. എല്ലാവരും പിന്നെ ഒരുവിധം സൈഡായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഉറക്കൊന്ന് പാസ്സാക്കിയാന്നുണ്ടായിരുന്നു. കാരണം ഷായിൽ 3 നേരം സ്ട്രെച്ച് ചെയ്ത് വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രക്കിങ്ങിന് പോയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ റെസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അവിടെ ഇരുന്നു. ഞങ്ങളെല്ലാവരും വേഗം നെസ്റ്റോ കയറി നമുക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേഗം തന്നെ വാങ്ങിച്ചു. റിസോർട്ടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ബാണാസുര ആ റൂട്ടിലേക്കാണ്. ബാണാസുര ഡാമിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ടാണ്. ബാണാസുര മൗണ്ട് വ്യൂ റിസോർട്ടിലേക്കാണ്. അപ്പം പിന്നെ ഓൾറെഡി ബുക്കൊക്കെ ചെയ്തതുകൊണ്ട് പിന്നെ നമ്മളെ കാണാനപ്പോൾ ഒരു വിളിച്ചൊക്കെ എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ റിസോർട്ട് അടിപൊളി റിസോർട്ടാണ്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ റിസോർട്ടാണ്. അതെന്തായാലും റിസോർട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേറെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നല്ല ഫാമിലി ഇതേമാതിരി നല്ല ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു. നമുക്ക് പിന്നെ കിട്ടിയത് മഡ് കൊണ്ടുണ്ടാക്കിയ ഒരു വില്ലയായിരുന്നു. അതും അതിലേറെ അടിപൊളിയായിരുന്നു. നല്ല ആ ഒരു ക്ലൈമറ്റിലേക്കും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി തന്നെയായിരുന്നു. അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.